സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. അമ്മ മകളെ പുഴയിലെറിഞ്ഞ് കൊന്ന സംഭവത്തിൽ വഴിത്തിരിവ്. കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. കുറ്റം സമ്മതിച്ചു. നിർണായകമായത് ലൈംഗിക പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. ആലപ്പുഴയിൽ കുടുംബ തർക്കത്തിനിടെ ഭാര്യയെ കുത്തിക്കൊന്നു. ദാരുണ കൊലപാതകം വേഴപ്രയിൽ. കൊല്ലപ്പെട്ട വിദ്യയുടെ ഭർത്താവ് വിനോദ് കസ്റ്റഡിയിൽ. മലപ്പുറം കൂരിയോട്ട് ദേശീയപാത തകർന്ന സംഭവത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉടൻ കൈമാറും. പ്രതിഷേധം തുടരാൻ വിവിധ സംഘടനകൾ. ദേശീയപാതയിൽ കണ്ണൂരിലും കാസർകോട്ടും വീണ്ടും മണ്ണിടിഞ്ഞു. തളിപ്പറമ്പ് കുപ്പത്ത് റോഡ് വക്കത്തെ വീടുകളിൽ മണ്ണും ചെളിയും നിറഞ്ഞു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 1 മാസം. പാക് ഭീകരത ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള സർവകക്ഷി സംഘങ്ങൾ ജപ്പാനിലും UAEയിലും എത്തി. ഇന്ന് തന്ത്രപ്രധാന കൂടിക്കാഴ്ചകൾ. പ്രധാനമന്ത്രി ഇന്ന് ബിക്കാനൂർ വ്യോമതാവളം സന്ദർശിക്കും. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച ചിറയിൻകീഴ് വടകര റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനം ഓൺലൈനിൽ. ചിറയിൻകീഴിലെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. കുഴിത്തുറ മാഹിയും അടക്കം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നവീകരിച്ച 103 സ്റ്റേഷനുകൾ. മലപ്പുറത്തെ ആളക്കൊല്ലി കടുവയെ ഇന്നലെ രാത്രി 8 വരെ തെരഞ്ഞിട്ടും കണ്ടില്ല. ഇന്ന് ഉൾക്കാട്ടിൽ തിരച്ചിൽ തുടരും. ദൌത്യത്തിനിടെ DFO ധനിക് ലാലിന് പരിക്ക്. കടുവയുടെ സാന്നിധ്യം സംശയിക്കുന്ന കണ്ണങ്കൈ പ്രദേശത്ത് ഇന്ന് കൂടും ക്യാമറയും വയ്ക്കും. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ. പുലർച്ചെ പെയ്ത ശക്തമായ മഴയിൽ സംസ്ഥാനത്തെ റോഡുകളിൽ വെള്ളക്കെട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ കനത്ത മഴയിൽ 2 മരണം. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ. ഡൽഹിയെ തോൽപ്പിച്ചത് ജയം 59 റൺസിന്. മുംബൈയുടെ ജയത്തിന് അടിത്തറയിട്ടത് സൂര്യകുമാർ യാദവ്. 43 പന്തിൽ അടിച്ചെടുത്ത 73 റൺസ്. വിശദമായി നോക്കാം. എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കുട്ടി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായത്. നിരന്തരമായി കുഞ്ഞ്, ഈ 3 വയസ്സുകാരി കുഞ്ഞ്, പിഞ്ചു കുഞ്ഞാണ് അവൾ, നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. 3 വയസ്സുകാരിയാണ്, പിഞ്ചു കുഞ്ഞിനെയാണ് നിരന്തരം ഇയാൾ ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. ഒരർത്ഥത്തിലും ഇയാൾക്ക് മാപ്പില്ല. പ്രതി എന്തായാലും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അജ്ഞ അറിയേണ്ടത്, പോലീസിന് തുടക്കത്തിൽ ഈ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന ആ സമയത്ത് കൃത്യമായി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്തതാണ്. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു? അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. എന്തായാലും അതീവ രഹസ്യമായ ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് വിശദാംശങ്ങൾ ആജ്ഞ?
ഭവ്യ പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള കാര്യത്തിലാണ് എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ മുതലാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളെ, അതായത് അച്ഛൻ്റെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തുടങ്ങിയത്. ഇന്നലെ മൊഴിയെടുക്കാൻ ആയിരുന്നു ആദ്യം തുടങ്ങിയത്. പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിനെ തുടർന്ന് ഇന്നലെ രാവിലെ മുതൽ ആണ് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യം വെളിപ്പെടുന്നത്. അങ്ങനെയാണ് കുഞ്ഞ് നിരന്തര പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഭവ്യ സൂചിപ്പിച്ചതുപോലെ കേരളം ആകെ ഞെട്ടിയത് കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്തയെ എന്ന ആ തിരിച്ചറിവ് അത് ഏത് സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്കായിരുന്നു അന്ന് കേരളം ഉണർന്നത് തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ മാറുകയാണ്. അതിനേക്കാൾ കുറെ കൂടി കൊടും ക്രൂരതയായിരുന്നു ആ കുഞ്ഞ് അനുഭവിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഒടുവിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കുഞ്ഞിനെ നിരന്തരമായിട്ട്, അതായത് അടുത്ത ബന്ധുവാണ്, നിരന്തരമായിട്ട് കുഞ്ഞിന് അടുത്തിടപഴകാൻ പറ്റുന്ന ഒരാളായിരുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ്, അത് അടുത്ത വീട്ടിലാണ്. പലപ്പോഴും ഒന്നിച്ചു കുഞ്ഞിനോടൊപ്പം കിടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം, അത്തരം സാഹചര്യങ്ങളൊക്കെ അയാൾ ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത് ഇങ്ങനെ ഒരാൾ കുഞ്ഞിനോട് പെരുമാറിയാൽ പോലും അതിന് സംശയം തോന്നത്തക്ക രീതിയിലായിരുന്നില്ല. ഒരു പക്ഷേ ഭവ്യ സൂചിപ്പിച്ചതുപോലെ അമ്മ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നോ, അത് അമ്മയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണോ പോലീസിന് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരാറുണ്ട്. പക്ഷേ ഒരു പക്ഷേ പോലീസ് തന്നെ ചോദ്യം ചെയ്യലിൽ പോലീസിന് ആ കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ, അതായത് കുഞ്ഞിൻ്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള കുറച്ച് സമയമാണ് ചോദ്യം ചെയ്യലിനായി പോലീസിന് ലഭിച്ചിരുന്നത്. അതേസമയം അമ്മ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തിൽ വ്യക്തതയില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നു. ആ കാര്യമാണ് ഇപ്പോൾ ആ വ്യക്തത വരുത്തുകയാണ് എന്നാണ്, അതിലേക്കുള്ള സൂചകങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മ എന്തായാലും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അതല്ലെങ്കിൽ അമ്മ തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ പോലീസ് ഇത്തരത്തിലൊരു എൻക്വയറിയിലേക്ക് പോയത്. പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരമ്മ, അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് മുതൽ, കുഞ്ഞ് മിസ്സിംഗ് ആയപ്പോൾ മുതൽ പലതരം മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ, ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അമ്മയുടെ മൊഴി വിശ്വസിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലെത്തിയത് കുഞ്ഞിനെ വെള്ളത്തിലിട്ടു അല്ല പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ മൊഴി വിശ്വസിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതമായും പോലീസ് എത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്നും അമ്മയുടെ മൊഴിയെ മാത്രം അന്ധമായി വിശ്വസിച്ച് പോലീസ് മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു സൂചന കിട്ടിയപ്പോഴൊരു പക്ഷേ പോകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതായിരിക്കാം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ അത് വ്യക്തമായിട്ടുണ്ട് കുഞ്ഞ് നിരന്തര പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യം. ഇത്തരത്തിൽ തന്റെ മകൾ ഇങ്ങനെ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് കുഞ്ഞിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാരണം ഈ കൊലയിലേക്ക് നയിച്ചോ എന്നതൊക്കെ നമുക്ക് അറിയാനുണ്ട്. അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല ഇതുവരെ. അത് പറയേണ്ടത് പോലീസാണ്. അവർ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ആജ്ഞ. ഇവിടെ ഈ അമ്മയ്ക്ക് കുഞ്ഞിന്റെ അച്ഛൻ്റെ വീട്ടുകാരോടും അച്ഛനോടും പകയുണ്ടായിരുന്നു. അവർ കുട്ടിയുടെ അച്ഛൻ ഈ അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ വ്യക്തമായതാണ്. ആ നാട്ടുകാർ അത് പറഞ്ഞതാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് ആ വീട്ടിൽ വെച്ച് തന്നെയാണ് ആ പിഞ്ചു കുഞ്ഞിന് ഇത്രമാത്രം വലിയ വേദന സഹിക്കേണ്ടി വന്നത്, അവൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമടക്കം ഇനി അറിയേണ്ടതുണ്ട്. അല്ലേ ആജ്ഞ? ഭവ്യ, ഈ കാര്യത്തിൽ അമ്മയെ ഇനി കസ്റ്റഡിയിലെടുത്ത് പോലീസിന് ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ അമ്മയെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ അമ്മയെ ചോദ്യം ചെയ്യാൻ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഭവ്യ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ, അതായത് കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചിരുന്ന അമ്മയെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അത് മുഴുവൻ, ആ ഒരു പെർസ്പെക്റ്റീവ് മുഴുവൻ മാറുകയാണ്. കാരണം കുഞ്ഞിനെ ഈ തരത്തിൽ നിരന്തര പീഡനത്തിന് ഇരയാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് ആ കൊച്ചു
കൊച്ചു പെൺകുട്ടി കടന്നു വരുന്നു. ഒരു പക്ഷേ എന്തായിരുന്നു തന്നോട് ചെറിയച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ ബന്ധു എന്താണ് തന്നോട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തത വരാതിരുന്ന ഒരു പ്രായത്തിലാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യത്തിലാണ് ഒരു പക്ഷേ അമ്മയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നോ, അമ്മ ഇക്കാര്യം പറഞ്ഞിട്ട് ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രയും മാനസിക സമ്മർദ്ദത്തിലൂടെ അമ്മ കടന്നു പോയിരുന്നിട്ടുണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഒരു പക്ഷേ അമ്മ പറഞ്ഞതിനനുസരിച്ചിട്ടായിരിക്കാം ഈ അമ്മയുടെ മൊഴി അനുസരിച്ചിട്ടായിരിക്കാം ഈ കുഞ്ഞിൻ്റെ പീഡനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പോലീസിന് മനസ്സിലായത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ അറിയാം, ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള നാടകീയമായ രംഗങ്ങൾ നമുക്ക് തന്നെ അറിയാം. കാരണം DYSP രാജേഷ് വരുന്നു, അദ്ദേഹം വന്ന് ചോദ്യം ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം SP എത്തി നേരിട്ടെത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ അത് ശരിക്കും പോലീസിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് മാറുകയായിരുന്നു ഈ കേസ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് മനസ്സിലായിരിക്കുന്നു. ഒരു പക്ഷേ പോലീസ് ബുദ്ധിയിൽ തന്നെ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമായതായിരിക്കാം. അതല്ലെങ്കിൽ അമ്മായിയുടെ മൊഴി ഇതായിരുന്നു, താനും തൻ്റെ മക്കളും അല്ലെങ്കിൽ താനും തൻ്റെ മകളും ആ വീട്ടിൽ ഫേസ് ചെയ്തിരുന്നത്, അഭിമുഖീകരിച്ചിരുന്ന സാഹചര്യം ഇതായിരുന്നു എന്ന് അമ്മയുടെ ഭാഗത്തു നിന്നും വ്യക്തത വന്നിട്ടുണ്ടാകാം. രണ്ട് കാര്യമായാലും പോലീസ് അല്പസമയത്തിനുള്ളിൽ വ്യക്തമാക്കും. എന്തായാലും SIT രൂപീകരിച്ചിട്ടുണ്ട്. സൈബർ പോലീസുകൾ അടങ്ങുന്ന സംഘമാണ് SITയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വഴിയിൽ അമ്മ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നു, അമ്മയുടെ ഫോൺ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഇത് എത്ര നേരം നീണ്ടുന്ന സംഭാഷണമായിരുന്നു? ഈ കുഞ്ഞിനെ തിരുവാങ്കുളത്തു നിന്ന് അംഗൻവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് പുഴയിലേക്ക് എറിയുന്ന സമയം 3:30 മുതൽ 6:30 വരെ 6 മണി വരെയുള്ള സമയമാണ്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുന്നത്. ഇങ്ങനെയൊരു സമയത്തിനിടയിൽ അമ്മ ആരോടൊക്കെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. സൈബർ പോലീസും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ഇപ്പോൾ കുറ്റം സംബന്ധിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിൻ്റെ തുടർ നടപടികളിലേക്കായിരിക്കും പോകുക. എന്തായാലും അതിദാരുണമായൊരു കൊലപാതകം, ആ കൊലപാതകത്തിലേക്ക് നയിച്ച അത്യന്തം ഭീതിതമായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി വെളിപ്പെടുകയാണ് ഈ പിഞ്ചുകുഞ്ഞിന്റെ മരണം കൊണ്ട് കേരളം കണ്ടത്. അതാണ് ഇനി അറിയേണ്ടത്. നിർണായകമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തിനായിരുന്നു ഈ ഒരു കൊലപാതകം അമ്മ നടത്തിയത്? അതിന് ഈ പീഡനവുമായി അതിന് ബന്ധമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ സഹോദരനും താമസിച്ചിരുന്നത് അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛൻ്റെ അടുത്ത ബന്ധുവിൽ നിന്നാണ് ഈ കുഞ്ഞിന് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നത്. അത് ആ അച്ഛൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അവിടെ ആർക്കൊക്കെ ഈ വിവരം അറിയാമായിരുന്നു, അവർ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ്റെ അടുത്ത ബന്ധു ഇപ്പോൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെ ഇനി ചോദ്യം ചെയ്യുമോ പോലീസ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? എന്താണ് പോലീസ് പറയുന്നത്? ഒപ്പം അവിടെ നമുക്കറിയാം, ആ പ്രദേശത്ത് ആ കുഞ്ഞിന്റെ വീടുമായി ബന്ധപ്പെട്ട് അടുത്തടുത്താണ് വീടുകൾ നിൽക്കുന്നത്. ആ നാട്ടുകാർക്ക് ഒരു പക്ഷേ പലതും അറിയാമായിരിക്കാം. അവർ എന്തൊക്കെയാണ് പറയുന്നത് ആജ്ഞ? നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടുത്തെ പ്രൊസീജിയറിന് ശേഷമേ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. നിലവിലിപ്പോൾ നമ്മളുള്ളത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനാണ്. അവിടെയാണ് പ്രതിയുള്ളത്. പ്രതിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നാട്ടുകാർക്ക് പ്രതികരിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമപരമായി അത്തരം ലിമിറ്റേഷനുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ ഇങ്ങനെയൊരു സാഹചര്യമാണെങ്കിൽ പോലും അത് മീഡിയയോട് പറയുന്നതിനേക്കാൾ അങ്ങനെ ചില സാഹചര്യങ്ങൾ, അതായത് നിയമപരമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് കൊണ്ട് കോൺസിക്വൻസസ് ഉണ്ടാകുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ അവർ ഉണ്ടെങ്കിൽ തന്നെ പോലീസിനോട് അത്തരം കാര്യങ്ങൾ നേരിട്ട് പ്രതികരിക്കും. ഭവ്യ, അതാണ് സാഹചര്യം. എന്തായാലും എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ്റെ അടുത്ത ബന്ധു അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരി പീഡനത്തിനിരയായി. ഈ കേസിൽ കുഞ്ഞിന്റെ പിതാവിന്റെ അടുത്ത ബന്ധുവാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ ഇയാൾ കോടതിയിൽ ഹാജരാക്കിയേക്കും. കൊലപാതക കേസിന് പിന്നാലെ കുട്ടി
പീഡനത്തിനിരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക പീഡനം നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതീവ രഹസ്യമായിട്ടാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച രാവിലെ മുതൽ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പുത്തൻകുരിശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസെടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ശാരീരിക പീഡനം സംബന്ധിച്ച സൂചനകൾ പോലീസിന് നൽകിയതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടാണ് അറസ്റ്റിലായ ഈ കുഞ്ഞിന്റെ അമ്മ ഭർത്തൃ വീട്ടിൽ ശാരീരിക മാനസിക പീഡനം നേരിടേണ്ടി വന്നിരുന്നു എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. ഇനി ഇതും ഈ ലൈംഗിക പീഡനവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കുട്ടിയുടെ അമ്മയ്ക്ക് കുഞ്ഞിത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം അറിയാമായിരുന്നു, അതല്ലെങ്കിൽ കുഞ്ഞിന്റെ വീട്ടുകാർക്ക് ഇത്തരത്തിൽ അറിയാമായിരുന്നു, മറ്റാർക്കെങ്കിലും വീട്ടിലെ അച്ഛനോ മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധു ഇത്തരത്തിൽ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്യുന്നത് അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഈ വളരെ നിർണായകമായൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുഞ്ഞിനെ പെറ്റമ്മ തന്നെ പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്ത പോലും നമ്മൾക്ക് കേട്ടു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. മലയാളക്കരയ്ക്ക് അത്രമാത്രം നമ്മളെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു. ഇപ്പോഴിതാ ആ കുഞ്ഞ് 3 വയസ്സുകാരി പിഞ്ചു പെൺകുട്ടി നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ള അത്രമാത്രം വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതും അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നാണ് കുഞ്ഞിന് നിരന്തരം പീഡനമേൽക്കേണ്ടി വന്നത് എന്നുള്ള വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആജ്ഞ, ഇനി എന്താണ് പോലീസിന്റെ അടുത്ത നടപടി? ഇയാൾ എപ്പോഴത്തേക്ക് കോടതിയിൽ ഹാജരാക്കും? ഭവ്യ, അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം ചില നടപടികളുണ്ട്. വൈദ്യപരിശോധന നടത്തണം, അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഡിവൈഎസ്പിയുടെ ടീം ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുത്തൻകുരിശും അതുപോലെ ആലുവയും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. അത് മുൻപ് അതിന് നടത്തുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. എറണാകുളം പോസ്കോ കോടതിയിലാണ് ഹാജരാക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ വേറിട്ട ഒരു കേസായതുകൊണ്ട് അടിയന്തരമായി അത്തരം കോടതികളിലായിരിക്കണം ഹാജരാക്കുന്നത്, ആയിരിക്കണം ഇപ്പോഴത്തെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുൻപുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേറ്റം ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഈ കാര്യങ്ങൾ, ഈ കുഞ്ഞിൻ്റെ കൊലപാതകം വെളിച്ചം വീശുമ്പോൾ കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് കാരണമായത് ഈ കുഞ്ഞിനെ നിരന്തരമുള്ള പീഡനത്തിന് അമ്മയ്ക്കുണ്ടായ മാനസിക സമ്മർദ്ദമാണോ എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരാനുള്ളത്. അതുകൊണ്ട് തന്നെ സന്ധ്യയെ കസ്റ്റഡിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ കസ്റ്റഡി ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 2 ദിവസം, അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകാൻ വേണ്ടി 2 ദിവസം പോലീസ് കാത്തിരുന്നത് ഈ കാര്യത്തിൽ, അതായത് ഈ പീഡനം നടന്നു എന്നുള്ള കാര്യത്തിലുള്ള സൂചന പോലീസിന് കിട്ടിയത് കൊണ്ടാണ്. അത് അങ്ങേയറ്റം പഴുതടച്ച് വളരെ രഹസ്യമാക്കി വെച്ച് തന്നെ പക്ഷേ പ്രതി രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടച്ചതാകാം, തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്ന പഴുതുകൾ അടച്ചതാകാം. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അത് അമ്മയുടെ മൊഴി ആയിരിക്കാമെന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. പോലീസിന് അങ്ങനത്തെ ഒരു സാഹചര്യം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങനൊരു രഹസ്യ മൊഴി കൊടുത്തിട്ടുണ്ടോ, മറ്റാരെങ്കിലും മൊഴി എടുത്തപ്പോൾ അങ്ങനത്തെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാണ്ട് എന്തായാലും അമ്മയുടെ മൊഴി തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ 2 ദിവസത്തിന് ശേഷം സന്ധ്യയെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കസ്റ്റഡിയിൽ തിരിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അമ്മയുടെ മൊഴി ഇക്കാര്യത്തിൽ എത്ര ഈ ഒരു കേസിൽ ഇങ്ങനെ വ്യക്തത വരുത്താൻ വേണ്ടി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി വ്യക്തമാകാനുണ്ട്. എന്തായാലും അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരി പീഡനത്തിനിരയായ കേസിൽ കുഞ്ഞിന്റെ പിതാവിന്റെ അടുത്ത ബന്ധു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത് ഭൂമിക്കടിയിലെ മണ്ണ് തെന്നി മാറിയതാകാമെന്ന വിലയിരുത്തലിൽ വിദഗ്ധ സംഘം. വിശദമായ റിപ്പോർട്ട് സംഘം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. മഴയാണോ അതോ നിർമ്മാണത്തിലെ അപാകതയാണോ ഇതിന് വഴിവെച്ചതെന്ന വിശദമായ പഠനത്തിന് ശേഷമേ ഇത് വ്യക്തമാവുകയുള്ളൂ. മലപ്പുറത്ത് നിന്ന് CV അനുമോദുമൊപ്പം
സി വി അനുമോദ് ചേർന്നു വിവരങ്ങളുമായി. അനുമോദ് പറഞ്ഞതുപോലെ തന്നെ മഴയാണോ വില്ലൻ, അതല്ല ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണോ, ഇനി അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ഈ കരാറുകാരാണോ ഇതിനൊക്കെ വില്ലന്മാർ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്, ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇന്നെന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, ഇന്നലെയാണ് വിദഗ്ധ സംഘം കുരിയാടെത്തി ഈ അപകടസ്ഥലം സന്ദർശിച്ചത്. അവിടെ നിന്നും അവർ വിവരങ്ങൾ ശേഖരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മേഖലയിലെ മണ്ണിൻ്റെ ഘടനയാണ് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയത് എന്ന വിലയിരുത്തലാണ് എത്തിയിരിക്കുന്നത്. മുകളിൽ നിന്ന് ഭാരം കൂടുതലായി വന്നപ്പോൾ അത് താങ്ങാൻ കഴിയാതെ മണ്ണ് തെന്നി മാറുന്ന ഒരു സാഹചര്യമാണ് കുരിയാട് സംഭവിച്ചത്. അതാണ് ഈ സർവീസ് റോഡും ഇടിഞ്ഞു പോകാനുള്ള ഒരു കാരണമായി പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് വെള്ളം ഒഴുകുന്ന വഴികളുണ്ടായിരുന്നു. അതെല്ലാം അടച്ചു കെട്ടിയിട്ട് നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ വെള്ളക്കെട്ട് കൂടുതലായിട്ട് മണ്ണിനടിയിൽ രൂപപ്പെടുകയും ആ മണ്ണിൻ്റെ ഘടനയെ, പൊതുവെ ദുർബലമായിട്ടുള്ള മണ്ണിൻ്റെ ഘടനയിൽ ഈ വെള്ളക്കെട്ടിൻ്റെ സാന്നിധ്യം കൂടി സാഹചര്യങ്ങൾ മോശമാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കാരണം ഈ മണ്ണ് ഇരുന്നു പോയതാണ്, മുകളിലെ ഭാരം കാരണം മണ്ണ് ഇരുന്നു പോയതാണ് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയതെന്ന പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഈ വിദഗ്ധ സംഘത്തിലെ ഒരംഗത്തിൻ്റെ കൂടി അഭിപ്രായത്തിൽ അവർ കൂടിയാലോചന നടത്തി ഒരു അവസാന രൂപം ഈ റിപ്പോർട്ടിന് കൊടുക്കേണ്ടതുണ്ട്. അത് 2 ദിവസത്തിനകമേ ഉണ്ടാവുകയുള്ളൂ. ആവശ്യമെങ്കിൽ ഈ ഇവിടുന്ന് ശേഖരിച്ച മണ്ണിൻ്റെ സാമ്പിളുകളുടെ പരിശോധന നടത്തും. അതുപോലെ തന്നെ കൂടുതൽ വിദഗ്ധർ ആവശ്യമെങ്കിൽ പ്രദേശത്ത് സന്ദർശനം നടത്തും. എന്നാലും 2 ദിവസത്തിനകം ഇതിലൊരു പ്രാഥമിക റിപ്പോർട്ട് നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളെക്കുറിച്ചുള്ള ഒരു ആലോചനകൾ നടക്കുക. ആവശ്യമെങ്കിൽ വിദഗ്ധ സംഘം വീണ്ടും ഇവിടെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സംഘാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മഴയും അതുപോലെ മണ്ണിൻ്റെ ഘടനയും അത് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കി. ഇതിൽ ഇനി നിർമ്മാണത്തിലെ അപാകതകൾ, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ അപാകതകൾ ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും പ്രാഥമികമായിട്ട് ലഭിക്കുന്ന നിഗമനം ഈ മണ്ണ് തെന്നി മാറിയതാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയത് എന്ന് തന്നെയാണ്. അനുമോദ, അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് എത്രമാത്രം വേഗത്തിൽ പരിഹാരമുണ്ടാകുമെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് 2 ദിവസത്തിനകം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വളരെ വേഗമുണ്ടാകട്ടെ. എന്തായാലും കഴിഞ്ഞ ദിവസം മുതലേ നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധം ആ ഭാഗത്ത് നടക്കുന്നു. ഇന്നും അത്തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ അനുമോദ? തീർച്ചയായും ഇന്നും പ്രതിഷേധം മേഖലയിലുണ്ട്. യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമാണ് കുരിയാട് നടക്കുക. 10 മണിയോടെ ആയിരിക്കും യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധ ജ്വാല നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് NHAയുടെ കരാർ ഏറ്റെടുത്തിട്ടുള്ള KNRL കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും അത് സംഘർഷഭരിതമാവുകയും പോലീസും സമരക്കാരും തമ്മിൽ നേരിയ തോതിൽ സംഘർഷം ഉണ്ടാവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇന്ന് യൂത്ത് ലീഗാണ് ഈ ഒരു സംഭവം നടന്ന കുരിയാട് തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം നിശ്ചയിച്ചിട്ടുള്ളത്. അത് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഒരു പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി നമുക്ക് അവിടെ ഉണ്ടാകുമെന്ന് പറയാനാവില്ല. നിലവിൽ തന്നെ ആ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം എത്തിയപ്പോഴും അവരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ പ്രതിഷേധത്തിന് കുറേ കൂടി തീക്ഷ്ണത ഉണ്ടാകും. ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. എന്നാൽ അതേസമയം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ വിള്ളലും കുന്നിടിച്ചിലും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. കാസർഗോഡ് കല്യാൺ റോഡിന് പിന്നാലെ കൂളിയങ്കാലിലും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കൂപ്പത്ത് നിരവധി തവണ കുന്നിടിഞ്ഞു. മഴ ശക്തി പ്രാപിക്കുന്നതോടെ ജീവൻ പണയം വെച്ച് വേണം ദേശീയപാത വഴിയുള്ള യാത്ര. KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ദേശീയപാതകൾ ഒരു ദിവസം മാത്രം പെയ്ത മഴയിലാണ് ഇത്രത്തോളം വലിയ അപകടാവസ്ഥയായത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇത് കൂളിയങ്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നലെ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു വരുന്നത് കാണാം. ഇത് ഇടിഞ്ഞതിന് ശേഷം ആരും അറിയാതെ രാത്രിക്ക് വന്ന് ഇവർ ഇത്തരത്തിൽ ഇത് മണ്ണ് ഇട്ട് എംസാൻഡും അതുപോലെ തന്നെ ജില്ലപ്പൊടിയും ഇട്ട് താൽക്കാലികമായി ഒരു ആ രീതിയിൽ ഈ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് വളരെ അപകടാവസ്ഥയാണ്. ഇതിലൂടെ കടന്നു പോകുന്നത് അത്രത്തോളം ജീവൻ പണയം വെച്ചാണ്. നമുക്ക് കാണാം ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിൻ്റെ ഒരു അവസ്ഥയും
അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഇതുവഴിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഭാരമേറിയ വലിയ ലോറികളൊക്കെ കടന്നു പോകുന്ന ഒരു പാതയാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 3 ഇടങ്ങളിലാണ് ഒരു ഒറ്റ ദിവസം പെയ്ത മഴയിൽ വിള്ളലും അതുപോലെ തന്നെ ഇടിച്ചിലും കണ്ടെത്തിയത്. വലിയ അപകടാവസ്ഥയിലാണ് പല സ്ഥലങ്ങളും ഉള്ളത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഇന്നലെ ഇടിഞ്ഞ് താഴ്ന്ന ആ സ്ഥലം, അതിലൂടെ ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് ഒരു സാഹചര്യം കാണാം. എന്നാൽ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇപ്പോൾ ദേശീയപാതയുടെ ഒരു അവസ്ഥ? 3 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വിള്ളലും അതുപോലെ തന്നെ ഈ കൂളിയങ്കാൽ ഇടിച്ചിലും ഒക്കെ കണ്ടത്. എന്താണ് അവസ്ഥ? കാസർഗോഡ് ജില്ലയിൽ വളരെയേറെ ഗതാഗത സൗകര്യമുള്ള നമ്മുടെ ഈ ജില്ല ഇപ്പോൾ ഗതാഗതത്തിന് സൗകര്യമില്ലാത്ത രൂപത്തിൽ തന്നെ മാറിയിരിക്കുകയാണ്. അതിപ്പോൾ ചട്ടഞ്ചായാലും ശരി, കല്യാൺ റോഡായാലും ശരി, തെക്കിലായാലും ശരി, ബേവിഞ്ച ഭാഗത്തൊക്കെ ആയാലും ശരി, വാസ്തവത്തിൽ ഏത് സമയത്തും ജനങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇത്. ഇപ്പോൾ 6 വരിപ്പാതയുടെ നിർമ്മാണം വന്നതോടുകൂടി കൂറ്റൻ മതിൽ വന്നപ്പോൾ ഗതാഗത സൗകര്യമുണ്ടായ റോഡൊക്കെ തന്നെ ചെറിയ രൂപത്തിലായത് മാത്രമല്ല കുണ്ടും കുഴിയും നിറഞ്ഞ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തൊട്ടടുത്ത ആളുകൾക്ക് റോഡിലേക്ക് കയറാൻ പറ്റുന്നില്ല, റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല, ക്വാർട്ടേഴ്സൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നു, ഗവൺമെൻറ്റാണ് ടാക്സ് ഒഴിവാക്കുന്നില്ല. ആ രൂപത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കലക്ടർ അടിയന്തരമായിട്ട് ഈ പ്രദേശം സന്ദർശിച്ചേ മതിയാകൂ. ജനപ്രതിനിധികൾ സന്ദർശിക്കണം, അവരുടെ ദുഃഖത്തിന്. മഴയാണോ, ഒറ്റ ദിവസം പെയ്ത മഴയിലാണ് ഇത് സംഭവിച്ചത്? മഴയാണോ പ്രശ്നം, അല്ല ഇത് അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമാണോ? അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ്. കാലവർഷം ആരംഭിച്ചിട്ടില്ല, പേരിന് മഴയെന്ന് മാത്രമാണെന്നുള്ളത്. അപ്പോൾ കാലവർഷം കൂടി വരുന്നതോടുകൂടി എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കോൺട്രാക്ടറാണോ അവരെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഹാരം കാണാൻ വേണ്ടി കലക്ടർ മുന്നോട്ട് വരണമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇതും കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ ആദ്യം അറിയില്ല ഇങ്ങനെയാന്ന് റോഡ് വരുന്നതെന്ന് അറിയില്ല. അതുവരെ നമുക്ക് പൈസ എടുത്തിരുന്നു. ഇത്തരം മുറ്റത്താന്ന് എടുക്കുക, ഒരു സൈക്കിൾ വെക്കാൻ വരെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ സ്ഥലമില്ല. അങ്ങനെ ആയിട്ട് 75 വയസ്സായ ഉമ്മ ഉണ്ട്, അവരെ കൊണ്ടുവരണമെങ്കിൽ കസാരയിൽ എത്തിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകണം, ആസ്പത്രിക്ക് കൊണ്ടുപോകണം. എത്ര പ്രാവശ്യം കൂടെ കൊടുപ്പോൾ നിങ്ങൾ കാണുന്ന ആ വീട് എത്ര താഴെയുള്ള വീടാ, അവരങ്ങനെ മുകളിലോട്ട് എങ്ങനെ എത്തിക്കില്ല? ഇത് കസാരയിൽ. കൗൺസിലർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടുത്തെ എന്താണ് ഒരു സാഹചര്യം? ഇവിടുത്തെ സ്ഥിതി ഇപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾവ് കെട്ടിയിട്ടില്ല, അതൊരു ഡ്രെയിനേജ് ഇല്ല. അതാണ് ഏറ്റവും അശാസ്ത്രീയമായിട്ട് മാറുന്നത്. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാതെ ഇനിയിപ്പോൾ ഇതിലെ കൂടി വണ്ടി വിട്ടുകൊണ്ട് യാതൊരു ഇങ്ങനെയുള്ളൊരു കൃത്യമായിട്ടുള്ള റോഡ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. അടിയന്തരമായിട്ട് ഇവിടെ ഡ്രെയിനേജ് ഉണ്ടാവണം, അതുപോലെ റിട്ടേണിംഗ് വാൾവ് ഉണ്ടാവണം. എന്നാലേ ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റൂ. എല്ലായിടത്തോളം കാലം ഇത് വളരെ അപകടമാണ്. കാരണം ഇപ്പോഴത്തന്നെ തൊട്ടടുത്ത വീടുകളിലും കിണറിലേക്കെല്ലാം വെള്ളവും ചളിയും വെള്ളവും വലിച്ചു പോയി കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇതുള്ളത്. ഇതൊക്കെ അധികാരികൾ ഇത് കണ്ട് ഇതിന് കണ്ണു തുറക്കണം. ഈ വാർത്ത കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം എന്നാണ് എനിക്ക് പറയാം. അതാണ് ഇവിടുത്തെ സാഹചര്യം. എന്തായാലും കണ്ണൂരും ഇതേ അവസ്ഥയാണ്. കുപ്പത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലാണ് ഈ പ്രദേശത്തുള്ളത്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. കലക്ടർ നേരിട്ട് എത്തണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു ഗതികേടും ഇവർക്കുണ്ടായി. ഏതായാലും വീടുകളിൽ സമാധാനത്തോടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി വരുന്നത് ശക്തമായ മഴയാണ്. കാരണം വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതാ പ്രവചനമുണ്ട്. എന്തായാലും ഇനി വരുന്ന സമയങ്ങളിൽ വലിയ ആശങ്കയോടെയാണ് ഈ പ്രദേശവാസികളൊക്കെ കഴിയുന്നത്. ഇതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മട്ട്ളായിക്കുന്നിൽ നമുക്കറിയാം, കഴിഞ്ഞ സമയം ഇതര സംസ്ഥാന തൊഴിലാളി മണ്ണിടിഞ്ഞ് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ചെങ്കള പ്രദേശങ്ങളിൽ വലിയ തോതിൽ അപകട ഭീഷണിയുണ്ട്. എന്തായാലും വലിയ ഇടപെടൽ ഈ സമയത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത്. ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഈ റോഡ് തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത താഴ്ന്നുപോയെന്ന പരാതിയിൽ വിജിലൻസ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗം പരിശോധന നടത്തി. പരിശോധന റിപ്പോർട്ട് ഉടൻ പൊതുമരാമത്ത് മന്ത്രിക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1 വർഷം മുമ്പ് നവീകരിച്ച ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ ഒരു വശമാണ് താഴ്ന്നുപോയത്. ഇതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് താമരശ്ശേരി സ്വദേശി മജീദ് പരാതി നൽകിയിരുന്നു. ഇതിലാണ് വിജിലൻസ് ക്വാളിറ്റി കൺട്രോളർ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. നവീകരണ പ്രവൃത്തിയിലെ അപാകതകൾ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. ഉടൻ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുമെന്ന് സംഘം പറഞ്ഞു. കൊയിലാണ്ടി താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിക്കായി 228 കോടി രൂപയാണ് KSTP വഴി ചെലവഴിച്ചത്. കരാർ ഏറ്റെടുത്തത് ശ്രീധന്യ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ്. പൂർത്തീകരിച്ചിട്ട് കേവലം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ റോഡിൽ മുക്കം ഭാഗത്ത് നിന്ന് താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇടതുഭാഗം പൂർണ്ണമായും താഴ്ന്ന അവസ്ഥയിലാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. ക്രമക്കേട് നടത്തിയവർക്കെതിരെയും മേൽനോട്ട ചുമതലയുള്ള KSTP ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യമുയർന്നു. ഏകദേശം 2.5 വർഷം മുൻപ് ആരംഭിച്ച ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് 1 വർഷം പിന്നിടാണ്.
ഈ ഒരു വർഷം പിന്നിടുന്ന സമയത്ത് തന്നെ ഈ മുക്കം മുതൽ കൊയിലാണ്ടി വരെയുള്ള റോഡിൻ്റെ ഇടതുഭാഗം, അതായത് വാഹനങ്ങൾ, ടിപ്പർ ലോറികളടക്കമുള്ള ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ടയർ പതിയുന്ന ഭാഗം ഒരു ചാല് പോലെ താഴ്ന്നു പോയിരിക്കുകയാണ്. ഇത് കാരണം ഈ റൂട്ടിലൂടെ വരുന്ന ഇരുചക്ര വാഹനങ്ങളും അതേപോലെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും റോട്ടിൽ നിന്ന് പൊളഞ്ഞു കളിക്കുകയും നിയന്ത്രണം വിടുകയും നിരന്തരം അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. റോഡിൽ നിന്ന് വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുക്കാതെ കെട്ടിക്കിടക്കുന്നു എന്ന മുക്കം ഗോതമ്പ് റോഡ് സ്വദേശി ഫൈസലിന്റെ പരാതിയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. KSTP അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരെയും വിജിലൻസ് സംഘം വിളിച്ചു വരുത്തിയിരുന്നു. ന്യൂസ് 18 മുക്കം. തിരുവനന്തപുരം ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണത്തിൽ നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി പ്രദേശങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണിയിലുള്ളത്. മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നുപോകുന്ന കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് വീടുകളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്നത്. മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ബൈപ്പാസ് നിർമ്മാണത്തിനായി പ്രദേശത്തെ നീർച്ചാലുകൾ മൂടിയതും അശാസ്ത്രീയ ഓട നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ മഴ പെയ്താൽ പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. കാലവർഷം എത്തുന്നതോടെ സ്ഥിതി രൂക്ഷമാകും. ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനാൽ മഴവെള്ളം മാസങ്ങളോളം പുരയിടങ്ങളിൽ കെട്ടിനിൽക്കും. ഇതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് രോഗങ്ങൾക്കിടയാക്കും. ദേശീയപാത നിർമ്മാണത്തിനായി വീടിനോട് ചേർന്ന് ഭൂമി വിട്ടു നൽകിയ പലർക്കും ഇപ്പോൾ വീട്ടിൽ കയറാൻ വഴിയില്ലാത്ത അവസ്ഥയാണ്. ഈ റോഡ് വന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മളാരും ഈ വികസനത്തിനെതിരൊന്നുമല്ല. റോഡ് വന്നാൽ നല്ലത് തന്നെ. നമുക്ക് ഒരുപാട് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയി. അത് കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം അവിടെ നിന്ന് കുളത്തിൽ നിന്ന് ഒരുപാട് തോടുകൾ ഇങ്ങോട്ട് വന്ന് ഈ ബൈപ്പാസ് റോഡ് പാസ് ചെയ്ത് പോകണ്ടായിരുന്നു ഇപ്പുറത്തോട്ട്. ഇപ്പോൾ അതെല്ലാം അടച്ച് ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് 2 സൈഡും ഫുള്ള് വെള്ളമാവുകയാണ്. പഞ്ചായത്ത് റോഡുകൾ പലതും വെട്ടിമുറിക്കപ്പെട്ടതോടെ ഈ ഭാഗങ്ങളിലെ വാട്ടർ സപ്ലൈ ലൈനുകളും നഷ്ടമായി. ഇതും പല കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. പലവട്ടം നാട്ടുകാർ പരാതി നൽകിയെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന നിലപാടിലാണ് അധികൃതർ. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി കരാറുകാർ മടങ്ങിയാൽ നാടിന്റെ ദുരിതം ഇതേപടി നിലനിൽക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. തെക്കൻ കേരളത്തിൽ മിൽമ പാൽ വിതരണം പ്രതിസന്ധിയിലേക്ക്. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിലെ ജീവനക്കാരുടെ സമരം തുടരുന്ന പശ്ചാത്തലത്തിലാണിത്. രാവിലെ തിരുവനന്തപുരം മിൽമയിൽ നിന്ന് പോകേണ്ട പാൽ വണ്ടികൾ പോയിട്ടില്ല. തെക്കൻ കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം പാൽ വിതരണം തടസ്സപ്പെടാനിടയുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച MD P മുരളിക്ക് കാലാവധി നീട്ടി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. CITU INTUC സംഘടനകൾ സംയുക്തമായാണ് സമരാഹ്വാനം നൽകിയിട്ടുള്ളത്. പ്രശ്നപരിഹാരത്തിന് മിൽമ ചെയർമാൻ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും MDയെ മാറ്റി നിർത്താതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നാണ് യൂണിയനുകളുടെ നിലപാട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്ന് PSC വഴി റാങ്കിൽ വന്നതിന് ശേഷം അവർക്ക് ജോലിക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, മുട്ടിലിഴയുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ 3.5 ലക്ഷം രൂപയോളം ശമ്പളം കൈപ്പറ്റി ഇവിടെ നിന്നും കഴിഞ്ഞ മാസം റിട്ടയർഡായ മിൽമയുടെ എല്ലാ ആനുകൂല്യങ്ങളും, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പിരിഞ്ഞ ഒരാളിനെ വീണ്ടും പുനർനിയമനം നൽകിയതിലാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ INTUC CITUയുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു. സാരംഗ് നൽകും വിവരങ്ങൾ. സാരംഗ്, തെക്കൻ കേരളത്തിൽ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാൽ വിതരണം തടസ്സപ്പെടാനിടയുണ്ട്. സമരം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സമരക്കാർ പറയുന്നത്? അവരുടെ ആവശ്യം അതെന്താണ്? തീർച്ചയായും ഭവ്യ, മിൽമ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന ആവശ്യം P മുരളി MD ആയി ചുമതലയിൽ നിന്നും വിരമിച്ച P മുരളി
വീണ്ടും നിയമനം നൽകിയതിലാണ്. 2 വർഷത്തേക്ക് കൂടി നിയമനം നീട്ടി നൽകി. മാത്രമല്ല 3.5 ലക്ഷം രൂപയോളം ശമ്പളമുള്ള ഒരു ഉദ്യോഗസ്ഥന്, അതായത് ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റി പുറത്തേക്കിറങ്ങിയ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് വീണ്ടും പുനർനിയമനം നൽകുന്നതിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ INTUC, CITU എന്നീ 2 സംഘടനകളും ചേർന്ന് ഇപ്പോൾ സമരത്തിലേക്ക് കടക്കാൻ കാരണം. ലേബർ കമ്മീഷനുമായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ഇതിനു മുന്നേ ഒരു ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. ഇതിലൊന്നും ചർച്ചകളിലോ മറ്റ് സമരപരിപാടികളിലോ തീരുമാനമാകാതിരുന്നതോടെയാണ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ജീവനക്കാർക്ക് കടക്കേണ്ടി വന്നതെന്നാണ് സമര നേതാക്കൾ നമ്മളോട് പങ്കുവച്ചത്. കാരണം MD-യുടെ ഭാഗത്തുനിന്നും ചെയർമാന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകളോ സമരത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു പ്രധാനമായിട്ടും മിൽമയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 2:30 ചെയർമാനുമായിട്ട് ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ പ്രധാന വിഷയം എന്ന് വെച്ചാൽ MD-യെ മാറ്റി നിർത്താതെ ഇവർ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വൈകുന്നേരമാകുന്നതോടുകൂടി തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ പാൽ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സ്വകാര്യ കമ്പനികളെ സഹായിക്കാനായി തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം, അതേപോലെ തന്നെ പെൻഷൻ ആനുകൂല്യം, അങ്ങനെയുള്ള മറ്റു പല ആവശ്യങ്ങളും തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് പ്രധാന ആവശ്യമായി പറയുന്നത് പി മുരളിക്കുള്ള പുനർനിയമനം വീണ്ടും നൽകിയതിലുള്ള 2 വർഷത്തേക്ക് നൽകിയതിലുള്ള. മാത്രമല്ല പി മുരളി മലബാറിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ തിരുവനന്തപുരം യൂണിറ്റിലേക്ക് ഇപ്പോൾ അടുത്ത് 2 വർഷം മുൻപാണ് എത്തിയത്. കൃത്യമായ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇങ്ങോട്ടേക്ക് നിയമനം നടത്തിയതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാസം 30-ന് 58 വയസ്സായി വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് വീണ്ടും, അതായത് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം, എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം കൈപ്പറ്റിയതിനു ശേഷമാണ് വീണ്ടും പുനർനിയമനം നൽകുന്നത്. പിന്നീടുണ്ടാവുന്ന അഴിമതിക്കോ മറ്റെന്ത് കാര്യങ്ങളോ തെറ്റായ നടപടികൾ എന്തുണ്ടായാലും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന് നടപടികൾ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത്തരത്തിൽ സ്വകാര്യ കമ്പനികളെ ലാഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം മിൽമ തന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് സമര നേതാക്കളുടെ പ്രധാനമായി പറയുന്നത്. മാത്രമല്ല ഈ സമരം ഇന്ന് ഒത്തുതീർപ്പായില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് നീളുകയാണെങ്കിൽ മറ്റ് യൂണിയൻ, അതായത് മലബാർ മേഖലയിലേക്കും ഈ സമരം വ്യാപിപ്പിക്കാൻ സമര നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റുള്ള യൂണിറ്റുകളിൽ നിലവിൽ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതകാല പണിമുടക്ക് കേരളത്തിൽ ഉടനീളം വ്യാപിക്കാനും മിൽമയിൽ നിന്നുള്ള പാൽ വിതരണം മൊത്തമായി തടസ്സപ്പെടാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള 3ാമത്തെ ദൌത്യസംഘം ഇന്ന് യാത്ര തിരിക്കും. കന്നിമൊഴി നേതൃത്വം നൽകുന്ന സംഘമാണിന്ന് പുറപ്പെടുക. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ജപ്പാനിലെത്തി. അതിനിടെ സർവകക്ഷി സംഘം കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ടത് പ്രധാന ചുവടുവയ്പ്പാണെന്ന പ്രതികരണവുമായി ആനന്ദ് ശർമ്മയും രംഗത്ത് വന്നു. രാകേഷ് ചേരുന്നു. രാകേഷ്, പ്രധാനമായും ഇന്ന് 3ാമത്തെ സംഘം പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യവുമായി സർവകക്ഷി സംഘം യാത്ര തിരിച്ചിരിക്കുന്നു. 2 സംഘങ്ങൾ ജപ്പാനിലും UAE-യിലും എത്തി. ഇന്ന് 3ാമത്തെ ദൌത്യസംഘം ഇന്ന് യാത്ര തിരിക്കുകയാണ്. കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘമാണെന്ന് പുറപ്പെടുക. അതോടൊപ്പം തന്നെ നേരത്തെ പുറപ്പെട്ട 2 സംഘങ്ങളുടെയും തന്ത്രപ്രധാന യോഗങ്ങൾ ഇന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? അതിഭവ്യ നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇന്നുണ്ടാകും. കാരണം 2 സംഘങ്ങൾ ഇന്നലെ തന്നെ പുറപ്പെട്ടിരുന്നു. അതിലൊന്ന് JDU നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ്. മറ്റൊന്ന് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘമാണ്. ഈ 2 സംഘങ്ങളും ഇതിനോടൊപ്പം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. ജപ്പാനിലെത്തിയ ശേഷം ഉള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ മലയാളിയാണ് അംബാസഡർ, സിബി ജോർജ് എന്നാണ് പേര്. മലയാളിയായ അംബാസഡർ ഈ സംഘത്തെ സ്വീകരിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം ഇന്നലെ രാത്രിയാണ് പുറപ്പെട്ടത്. അവർ ആദ്യം എത്തിയിരിക്കുന്നത് UAE-യിലാണ്. അവിടെയാണ് നിർണായക കൂടിക്കാഴ്ചകളുള്ളത്. ഏതായാലും കനിമൊഴി നയിക്കുന്ന 3ാമത്തെ സംഘം കൂടി ഇന്ന് യാത്ര പുറപ്പെടുകയാണ്. ആദ്യം റഷ്യയാണ് ഈ സംഘം സന്ദർശിക്കുന്നത്. അതിന് പുറമെ സ്ലൊവേനിയ അടക്കമുള്ള രാജ്യങ്ങളിലും ഈ സംഘം സന്ദർശിക്കുന്നുണ്ട്. 11:40-നാണ് കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘം യാത്ര തിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മറ്റ് 4 സംഘങ്ങളുടെ യാത്ര വരും ദിവസങ്ങളുണ്ടാകും. അതായത് 24-ാം തീയതി ഉണ്ടാകും. അതിനു മുൻപായി നാളെ വിദേശകാര്യ സെക്രട്ടറി ഇവരെ കാര്യങ്ങൾ, ഇന്ത്യയുടെ നിലപാട് എന്തെന്ന് വിശദീകരിക്കുകയും ചെയ്യും. അതേസമയം തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ആനന്ദ് ശർമ്മ ഈ സർക്കാരിൻ്റെ നടപടിയെ പിന്തുണച്ചുകൊണ്ട് ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് തീർച്ചയായും കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് വിയോജിച്ച് ശശി തരൂരൊക്കെ തന്നെ സ്വീകരിക്കുന്ന നിലപാടിന് യോജിച്ചതാണെന്ന് തന്നെ പറയാം. കാരണം ആനന്ദ് ശർമ്മ മാത്രമാണ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ
ഉൾപ്പെട്ടിരുന്നെങ്കിൽ പോലും സർക്കാർ നിലപാടിനോട് യോജിച്ച് നിൽക്കുകയാണ് ആനന്ദ് ശർമ്മയും. കാരണം കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗം ഇപ്പോൾ ഏതായാലും സർക്കാർ നടപടിയെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് അഭിപ്രായമുള്ളവരാണ്. പ്രത്യേകിച്ച് പി ചിദംബരം അടക്കമുള്ള നേതാക്കൾ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ പി ചിദംബരം പറഞ്ഞിരുന്നത് വിദേശകാര്യ മന്ത്രാലയം തന്നെ അക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്, അതോടുകൂടി അത് അവസാനിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പി ചിദംബരം പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ആനന്ദ് ശർമ്മ കൂടി സർക്കാരിൻ്റെ നടപടി ശ്രദ്ധേയമാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ്. മറിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ ഘട്ടത്തിലും കേന്ദ്രത്തിൻ്റെ നടപടിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശകാര്യ സെക്രട്ടറിയോട് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുമ്പോഴാണ് ഒരു വിഭാഗം നേതാക്കൾ ഏതായാലും സർക്കാരിൻ്റെ നിലപാടിനോട് ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടതില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി രാകേഷ്, തുടരുക. മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഡൽഹിയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ. നേപ്പാൾ സ്വദേശിയടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഇവരുമായി ബന്ധമുണ്ടെന്നാണ് വിവരം. അതേസമയം ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം വളഞ്ഞു. രാകേഷ് പറഞ്ഞതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഡൽഹിയിലടക്കം ആക്രമണം നടത്താനുള്ള പദ്ധതി തകർത്തിരിക്കുന്നു രഹസ്യാന്വേഷണ ഏജൻസികൾ. ഈ പദ്ധതിക്ക് പിന്നിൽ അതാരായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പഹൽഗാമിൽ ആക്രമണം നടന്നിട്ട് 1 മാസം തികയുന്ന ദിവസം തന്നെ ഇപ്പോൾ ഇതാ ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. 4 ജെയ്ഷെ ഭീകരരെ സൈന്യം വളഞ്ഞിരിക്കുന്നു അല്ലേ? ഭവ്യ, ഡൽഹിയിൽ ഏതായാലും ആക്രമണം നടത്താനുള്ള നീക്കം തകർത്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ജനുവരി മുതൽ ഇത് സംബന്ധിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണം അതാണ് ഇത്തരത്തിൽ ഡൽഹിയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി പൊളിച്ചത്. കാരണം ഡൽഹി പോലീസ് ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇവർ സംയുക്തമായി നടത്തിയ നീക്കമാണ് ഇത് തകർത്തിരിക്കുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്ന ആൾ നേപ്പാൾ സ്വദേശിയാണ്. അയാളുടെ പേര് അൻസാറുൽ മിയ അൻസാരി എന്നാണ്. നേരത്തെ ഖത്തറിൽ ഇയാളൊരു കാർ ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു. അതിനുശേഷം പാക് ഏജന്റുമാരായി ISI ഏജന്റുമാരുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം പാകിസ്ഥാനിൽ പോയി ഇയാൾ പരിശീലനം നേടി എന്നാണിപ്പോൾ പോലീസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇയാൾ നേപ്പാൾ വഴി വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുകയും ഇവിടെ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വരികയുമായിരുന്നു. ഇയാൾക്ക് ഇവിടെ പ്രാദേശികമായി ചില സഹായം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റാഞ്ചി സ്വദേശിയാണ് ഇയാളെ സഹായിച്ചതെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. അഖ്ലാഖ് അസം എന്നയാളുടെ സഹായം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ 2 പേരും കൂടി ഡൽഹിയിലെ ചില തന്ത്രപ്രധാന മേഖലകളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പകർത്തി, പ്രത്യേകിച്ച് സൈനിക താവളങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പകർത്തി ഇതിനുശേഷം ഇവർ ആക്രമണം ആസൂത്രണം ചെയ്തു. ഇത് കഴിഞ്ഞ് നേപ്പാളിലേക്ക് ഈ അൻസാരി മടങ്ങാൻ നിൽക്കുകയാണ് അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗവും ഡൽഹി പോലീസും ഒക്കെ തന്നെ നൽകുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു. മിസാമുൽ എന്നാണ് ഇയാളുടെ പേര്. ഇയാളുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും പോലീസ് നൽകുന്ന വിവരം. നേരത്തെ ഡാനിഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയും പുറത്താക്കിയിരുന്നു. അയാൾക്കും ഈ സംഘവുമായി ബന്ധമുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ഏതായാലും ഡൽഹി പോലീസ് പങ്കുവയ്ക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ജമ്മു കശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. അത് കിഷ്ത്വാറിൽ നിന്നാണ്. അവിടെ 4 ജെയ്ഷെ ഭീകരരെയാണ് ഇപ്പോൾ സുരക്ഷാ സേന വളഞ്ഞിരിക്കുന്നത്. ഭവ്യ, നന്ദി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. പറഞ്ഞതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 മാസം തികയുകയാണ്. എറണാകുളം സ്വദേശിയടക്കം 26 വിനോദസഞ്ചാരികളെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഭീകരർക്കും ഭീകരരെ പിന്തുണയ്ക്കുന്നവർക്കും ഇന്ത്യ മറുപടി നൽകിയത്. അതേസമയം ആക്രമണം നടത്തിയ ഭീകരരെ ഇതുവരെ പിടികൂടാൻ ആയിട്ടില്ല. തിരിച്ചെത്താമൊരു ഇടവേളയ്ക്ക് ശേഷം